ഹലോ വള്ളേണപ്പറ്റി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യ സൊസൈറ്റി, റിസോഴ്സ് ആൻഡ് ട്രേഡ്, മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. ടെക്സ്റ്റിലെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മുഗൾ എംപയർ ആയിരുന്ന ബാബറിന്റെ ഓർമ്മക്കുറിപ്പായ ബാബർ നാമയിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ്. അതിൽ ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ വിശദീകരിക്കുന്നത്. ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. അക്കാലത്തെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥകൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ഓർമ്മക്കുറിപ്പുകളിലൂടെയും യാത്രാ വിവരണങ്ങളിലൂടെയും. അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൻഷിപ്പ്, കൃഷിയും കൈത്തൊഴിലും. അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഓക്യുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് മിഡീവൽ ഇന്ത്യ. കോട്ടൺ, സീസിയൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ എക്സെട്ര വെയർ ദ മേജർ crops. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലായിരുന്നു പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവ. In this period, there was plenty of cultivable land in India was kept uncultivated. Those who first cultivated in such land were granted its ownership right. The hardworking farmers tried to wind the ownership of such lands in this way. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നു. ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടാൻ ഉത്സാഹിയായ കർഷകർ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാർഷിക പുരോഗതിയിൽ ഭരണാധികാരികൾ ഒരുപാട് നടപടികൾ സ്വീകരിച്ചിരുന്നു. അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, സപ്ലൈഡ് സീഡ്സ്, ഗ്രാൻഡഡ് ടാക്സ് റിലേഷൻ, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്ത് വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. In the medieval period of officers were given land was the wages. The system was known as Iqda in the Sultanate period and Jagridari during the Mughal period. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തു. ഇത് സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇഖ്ത എന്നും അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ ജാഗ്രതാരി എന്നും അറിയപ്പെട്ടു. In addition to agriculture, many occupations for making agricultural tools existed in villages. കൃഷിയോടൊപ്പം കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. വേവിംഗ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ് വെയർ ദ മേജർ occupation in towns. The cotton, indigo and silk produced by the rural flocks enriched the textile industry. The Indian weavers produced garments of different colors and quality. The garments made up of silk, cotton and wool were imported among them. New tools like spinning wheel and loom were used for weaving. Indigo and colors mixtures were used for dyeing the textile. The Indian textile won world. നെയ്ത്തും മറ്റു കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ചിരുന്ന പരുത്തിയും നിലവും പട്ടുനൂലും നെയ്ത്തു വ്യവസായത്തെ ശക്തമാക്കി. ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. തുണി നെയ്ത് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. നൂൽ നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണികളിൽ ചായം മുക്കുന്നതിനും നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. ഡിസ്കസ് ഹൗ ദ അഗ്രികൾച്ചർ സെക്ടർ പ്രൊമോട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. കാർഷിക മേഖല നെയ്ത്തു വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുക. അപ്പൊ അതിന്റെ ഉത്തരമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ടൗൺ ആൻഡ് ട്രേഡ്, നഗരവും വാണിജ്യവും. The agricultural progress created favorable conditions for the prosperity of the trade and commerce. Indian spices, textiles, leather, gems, sandal, metal, pearl, ivory, etc. were in great demand of foreign countries. These attracted trades to India. Several trades from the different part of the world reached in India in the medieval period. The foreigners who engaged in the trade within India, Chinese, Arabs, Portuguese, Dutch, English, French. കാർഷിക രംഗത്തുണ്ടായ പുരോഗതി വാണിജ്യ മേഖലയും അഭിവൃദ്ധിപ്പെട്ടു. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങി പുറം നാട്ടുകളിലേക്ക് പ്രിയമുള്ള വിഭവങ്ങളാവുകയും ഈ വിഭവങ്ങൾ വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കച്ചവടക്കാർ മധ്യകാലത്ത് ഇന്ത്യയിലെത്തി. ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറം നാട്ടുകാർ ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാർ എന്നിവരായിരുന്നു.
സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയും മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫ് ഫിച്ചും ഇന്ത്യയിലെ നഗരങ്ങളെ കുറിച്ച് കൊടുത്തിരിക്കുന്ന വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്നും അക്കാലത്തെ നഗരങ്ങളുടെ എന്തെല്ലാം വിവരണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ടൗൺസ് ഡെവലപ്ഡ് അറൌണ്ട് ദ പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആൻഡ് മാർക്കറ്റ്, ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര etc. were the towns that developed this way. Artisans, trades, officers, servants, slaves and so on consisted the urban population. ഉൽപാദന കേന്ദ്രങ്ങളും ചന്തകളും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവയായിരുന്നു നഗരവാസികൾ. വർക്ക്ഷോപ്സ്, തൊഴിൽ കേന്ദ്രങ്ങൾ. ബെർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരി തൊഴിൽ കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കാർഖാനാസ് വെയർ ദ സെന്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ദ സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദ പ്ലേസസ് ഫോർ ദി മുഗൾ കിങ്സ് ആൻഡ് നോബിൾസ്. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ചു വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. ഏതെല്ലാം തൊഴിൽ കൂട്ടങ്ങളായിരുന്നു കാർഖാനകളിൽ ഉണ്ടായിരുന്നത്? അപ്പൊ ഈ ഒരു വിവരണം അനുസരിച്ച് ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവർ, സ്വർണ്ണപ്പണിക്കാർ, ചായം പൂശുന്നവർ, ചെരുപ്പുണ്ടാക്കുന്നവരും ഇങ്ങനെ വിവിധ തരം ജോലി ചെയ്യുന്നവർ ഒരു വലിയ മുറിയിലെ പല ഭാഗങ്ങളിലെ പല മുറികളിലായിട്ടായിരിക്കും കാർഖാനകളിൽ ജോലി ചെയ്യുന്നത്. സോഷ്യൽ ലൈഫ്, ജനജീവിതം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവണിയർ ഇന്ത്യയിൽ സാമൂഹ്യ ജീവിതത്തെ കുറിച്ച് വിവരിക്കുന്നതാണ്. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിയും വസ്ത്രധാരണത്തിനും ഭക്ഷണരീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവയും ഇവിടെ കാണാൻ സാധിക്കും. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് എക്സിസ്റ്റഡ് എമംഗ് ദ പീപ്പിൾ ബാക്ക് ദെൻ. ലെറ്റ് us see what they were. Social status was determined on the basis of caste, occupation and wealth. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹ്യ പദവികൾ നിർണയിക്കപ്പെട്ടിരുന്നത്. കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എക്സെട്ര എൻജോയ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവ ഉയർന്ന സാമൂഹ്യ പദവി അനുഭവിച്ചു. Those who engaged in agriculture and handcraft belong to lower social status. ഓരോ കൈത്തൊഴിലുകൾ, കൃഷി ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെത്തട്ടിൽ ഉള്ളവരായിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കസ്റ്റം ആൻഡ് റിച്വൽസ്. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഈവിൾ കസ്റ്റംസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. സതി, ശൈശവ വിഭാഗം തുടങ്ങിയ അനാചാരങ്ങളും നിലനിന്നിരുന്നു. ഇന്ത്യ, ദ എബോർഡ് ഓഫ് നോളജ്. വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ. We the Indians can speak any language, but it is difficult for others to master our language. Indians do not go abroad in search of knowledge. It is the people from the countries who come in India. Chess, the Panchatantra stories and mathematics are the contributions of India to the world. ചതുരംഗം, പഞ്ചതന്ത്ര കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. These are the words of Amir Khusro, the poet who lived during the Sultanate period. We have discussed Nalanda University in previous classes. Several educational centers existed in the medieval India as well as students from different parts of the world flocked to these centers in search of knowledge. The educational centers in Banaras, Agra, Lahore, Kanchi, Madura and Delhi were remarkable among them. Astronomy and mathematics advanced during this period. Leilavati by Bhaskaracharya was famous work of mathematics. Observations were established in Jaipur, Delhi, Ujjain and Banaras. Several texts were translated into Persian. Agra, Banaras, Lahore, Kanchi, Madura, Delhi തുടങ്ങിയായിരുന്നു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഈ വിദ്യാഗ്രന്ഥങ്ങളിലേക്ക് അറിവ് തേടിയെത്തുകയും ആ ഒരു സമയത്ത് ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാന ശാഖകൾ പുരോഗമനം നേടി. ഭാസ്കരാചാര്യ രചിച്ച ലീലാവതി എന്ന ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമുണ്ടായിരുന്നു. നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളായിരുന്നു വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റസ് അസസ്, വിലയിരുത്താം. The agricultural activities in medieval India were admirable. Explain.
മധ്യകാല ഇന്ത്യയിലെ കാർഷിക പ്രവർത്തനങ്ങൾ മികവുറ്റതായിരുന്നു. വിശദമാക്കുക. ഉത്തരം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ വീഡിയോ ഒരുപാട് ലാഗാവും. അതുകൊണ്ട് ഞാൻ ഉത്തരം വരുന്ന പേജുകൾ പറയാം. അപ്പൊ ഈ ഒരു 22ഉം 23യും കൂടെ വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഷോർട്ടാക്കി ആൻസർ എഴുതുക. ഹൗ ഡിഡ് ദ സ്പ്രെഡ് ഓഫ് വേവിംഗ് ആൻഡ് ദ ട്രേഡ് ഫെസിലിറ്റീസ് ഗ്രോത്ത് ഓഫ് ടൗൺസ്? നെയ്ത്തിന്റെയും കച്ചവടത്തിന്റെയും വ്യാപനം നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ചതെങ്ങനെ? ടെക്സ്റ്റിലെ പേജ് 23യും പിന്നെ ആ 24ലെ കുറച്ച് ഭാഗങ്ങളുടെ ചേർത്ത് ആൻസർ എഴുതുക. നെക്സ്റ്റ്, വാട്ട് വെയർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അട്രാക്റ്റഡ് ദ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡ്സ് ടു മിഡീവൽ ഇന്ത്യ? മധ്യകാല ഇന്ത്യയിലേക്ക് സഞ്ചാരികളെയും കച്ചവടക്കാരെയും ആകർഷിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ പേജ് 22 മുതൽ പേജ് 25 വരെ വായിച്ചിട്ട് അതിനകത്ത് പ്രധാന ടോപ്പിക്സുകളെല്ലാം എഴുതുക. അതിൻ്റെ അത് വരേണ്ട പോയിന്റ്സുകൾ കൃഷിയെക്കുറിച്ച് വേണം, പിന്നെ കൈത്തൊഴിലുകള്, പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റ് തൊഴിലുകള്, പിന്നെ ഇന്ത്യയിലേക്ക് വന്നവര്, ഇന്ത്യയിലെ കാർഷിക രംഗത്തെ പുരോഗതി, പിന്നെ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ട് ആ മാപ്പിനെ വിശദീകരിക്കുക. ഉൽപാദന കേന്ദ്രങ്ങള്, അവിടുത്തെ ഓരോ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണങ്ങൾ എന്തൊക്കെയാണോ അത് ആ ഒരു കാരണങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇന്ത്യയിലേക്ക് മറ്റു വാണിജ്യ ശക്തികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ഇതിന്റെ കൂടെ തുറമുഖങ്ങളെ കുറിച്ച് കൂടി എഴുതണം. എക്സാമിൻ ദ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ മിഡീവൽ ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് ലേണിംഗ്. മധ്യകാല ഇന്ത്യ വിജ്ഞാന രംഗത്ത് കൈവരിച്ച പുരോഗതി പരിശോധിക്കുക എന്നാണ് ആ അവസാന ടോപ്പിക്ക് വിശദീകരിച്ച് എഴുതുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കൂടെ എന്തെങ്കിലും ഡൗട്ട്സോ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്